ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരുപാട് ദിവസത്തെ മഴയ്ക്ക് ശേഷം കുറച്ച് വെയിൽ കിട്ടിയൊരു ദിവസമായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വിചാരിച്ചു എന്തായാലും വീട്ടിൽ ഇരിക്കുന്ന പ്രശ്നമില്ല, പുറത്തോട്ട് എവിടെയെങ്കിലും പോകാമെന്ന്. അങ്ങനെ നമ്മൾ നേരെ പോയത് ലുലു മോളിലോട്ടാണ്. മോളിൽ പോകാമെന്ന് കേട്ടതോടെ ചാടിത്തുള്ളി ഇറങ്ങിയെങ്കിലും പക്ഷേ പോക്കറ്റ് കീറുന്നൊരു കേസാണ്. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നേരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോൾ ഇറങ്ങി. പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കാറില്ല കേട്ടോ, എല്ലാം ഫ്ലോപ്പായി പോവും. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പെട്ടെന്ന് പോയതാണ്. നേരെ പോയത് ലുലുവിൻ്റെ തന്നെ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. അവിടെ പോയി കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുഞ്ഞിന് സ്കൂളിൽ കൊണ്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ വാങ്ങി. പിന്നെ നേരെ ഫുഡ് അടിയാണല്ലോ മുഖ്യം. പിന്നെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഹൈപ്പറിൽ തന്നെ പോയി കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി. എനിക്ക് ലുലുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഇവിടുത്തെ മന്തി കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടം. കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും, നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള മന്തിയാണ്. അങ്ങനെ മന്തി ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് കുറച്ച് ഐറ്റം വാങ്ങാൻ പോയിട്ട് ഒരു വലിയ നീണ്ട ലിസ്റ്റ് എൻ്റെ ബില്ലായിട്ട് കിട്ടി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് പോയി. നേരെ മേളിലോട്ട് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ തലേ ദിവസം, നമ്മൾ കുറച്ച് ദിവസം മുന്നെയാണ് പോയത് കേട്ടോ. തലേ ദിവസമാണ് പോയത്. അപ്പോൾ പിള്ളേരും ഒക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇരിക്കാനൊന്നും സീറ്റൊക്കെ നല്ല കുറവായിരുന്നു കേട്ടോ. പിന്നെ ഈ ഉന്തുതള്ളിയും ഉരുട്ടി പോയി. പിന്നെ മോൻ അതിലിരുത്തിയത് കൊണ്ട് അവൻ എടുക്കേണ്ടത് വന്നിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ മോൻ്റെ അടുത്ത് പറഞ്ഞ് ഫുഡിൻ്റെയൊക്കെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ അതിൻ്റെ ഒരു ക്ഷമയും ഇല്ല. അവന് പെട്ടെന്ന് തന്നെ മന്തി കഴിക്കണമെന്നുള്ളതായിരുന്നു. അവൻ അവിടുത്തെ മന്തി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവൻ തന്നെ അമ്മ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു, ഞാനിതാ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ തനിയെ ഫുഡൊക്കെ എടുത്ത് കഴിക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ കുറേ നേരം കാര്യം പറഞ്ഞിരുന്നാണ് കഴിച്ചത് കേട്ടോ. ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അമ്പാടിക്ക് അതുവരെ ഇല്ലാത്തൊരു കളി അപ്പം വേണം, കളിച്ചേ പറ്റൂ. അങ്ങനെ നേരെ പാർക്കിലോട്ട് പോയി. അവന് ക്യാഷൊന്നും എടുത്ത് നമ്മൾ കളിക്കാറില്ല കേട്ടോ. ആ വക പരിപാടിക്കേ നമ്മൾ പോകാറില്ല. നേരെ പോയി വെറുതെ അവന് പോയി ഇരുന്നാൽ മതി. അങ്ങനെ ഒരുപാട് സമയം അവന് പാർക്കിൽ ചിലവ് ചെയ്യണം, ഗെയിം കളിക്കണം, അങ്ങനെ ഒന്നും അവനില്ല. അവന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക, എല്ലാം ഒന്ന് കാണുക, എല്ലാത്തിലും ഒന്ന് കയറിയിരിക്കുക, അത്രയേ ഉള്ളൂ. അത് നമ്മൾ കാർഡും കാര്യങ്ങളൊന്നും എടുത്തില്ലായിരുന്നു. അങ്ങനെ അവിടുത്തെ കളിയായി കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും നല്ല ലേറ്റായി. നാളെ സ്കൂളിൽ പോകണം. ഒരു 7:30-8 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വെച്ച് പിടിച്ചാൽ അവനെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി ഉറക്കാൻ പറ്റുള്ളൂ. അവനെ ഉറക്കുന്ന വലിയൊരു ടാസ്ക് തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് പോകാൻ അമ്പാടിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം അമ്മ കുറച്ച് നേരം കൊണ്ട് കളിക്കാന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷേ നിന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ, നാളെ സ്കൂളിൽ പോകണ്ടേ. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വണ്ടിക്കകത്ത് സേഫായിട്ട് വെച്ച് നമ്മുടെ ഒരു മിനി ലോറിയാണ് ഈ വണ്ടി വാങ്ങിച്ച്, ജൂപ്പിറ്റർ 125. സത്യം പറഞ്ഞാൽ ഫാമിലി ആയിട്ട് പോകുന്നൊരു 4 മെമ്പേഴ്സൊക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ട്രാവൽ ചെയ്യാനും അത്യാവശ്യ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് കേട്ടോ. നിങ്ങൾ വണ്ടി എടുക്കാൻ നോക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ജൂപ്പിറ്റർ 125 ഞാൻ കണ്ണു അടച്ച് പറയും, നിങ്ങൾ ചൂസ് ചെയ്തോ. അടിപൊളിയാണ് വണ്ടി.